ഡോക്ടർ ജെയിംസ് അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റാ. അല്പം കോംപ്ലിക്കേഷൻ ഉണ്ട്. ഡോക്ടർ ജെയിംസ് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഓക്സിജൻ കൊടുക്കാൻ. ഓക്സിജൻ ഇല്ല, തീർന്നിരിക്കുക. പിന്നെ നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ ഈ മലമറിക്കുന്നത്? ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തമാണോ? ഡോക്ടർ ജെയിംസിനോട് ഇനി എന്ത് പറയും? അയാൾ ഒരു മുൻസുണ്ടിക്കാരനാ. എന്തൊക്കെ പറഞ്ഞാലും ഓക്സിജൻ ഇല്ലാന്നും പറഞ്ഞ് ആശുപത്രിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? അവൻ ഒരു യുഗം കൊണ്ടുണ്ടാക്കുന്നത് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കും. 4 സിലിണ്ടർ ഇല്ലേ, തൽക്കാലം അതെടുത്ത് വെക്കേ. 4 സിലിണ്ടറോ? അത് നമുക്കല്ലേ അറിയൂ. രക്ഷപ്പെടേണ്ട കേസേ രക്ഷപ്പെടൂ. താൻ ബാധി ദൈവം ബാധി എന്നല്ലേ. സിസ്റ്റർ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അമ്മേ, 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 അമ്മേ. ദ്രോഹി. ഇത് ആശുപത്രിയാണ്, ഓർമ്മ വേണം. ഇത് ആശുപത്രിയല്ല. ഇവിടെ മനുഷ്യന്റെ ജീവന് ഒരു വിലയുമില്ല. ഒരു രോഗി മരിച്ചെന്ന് വെച്ച് ഇത്ര സെന്റിമെന്റിലായാലോ? ഡോക്ടേഴ്സിന് സെന്റിമെന്റ്സ് പാടില്ല. സെന്റിമെന്റ്സ് വേണ്ട, പക്ഷേ മനുഷ്യത്വം വേണം. താനും ഞാനും ഇട്ടിരിക്കുന്ന ഈ വെളുത്ത കോട്ടിന് മനുഷ്യജീവനോട് ഒരു മിനിമം ഉത്തരവാദിത്വമെങ്കിലും വേണം. നാട് നന്നാക്കാൻ തനിക്ക് മുമ്പേ പലരും നോക്കിയതാ, നടന്നില്ല. നടക്കില്ല. ഈ നാട് നന്നാവില്ല, തന്നെ പോലുള്ള ചെറ്റകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. എന്താ ഡോക്ടർ? കഴി വെച്ചാൽ ഇനി ആവശ്യക്കാർ വരും. പിന്നെ ഡോക്ടർ മുതലാളിക്ക് ഇന്ന് എന്റെ പേരിൽ ഒരു രൂപ കൂടെ കൂടുതൽ കൊടുത്തേക്കണം. ഡോക്ടർ ഈ നാട്ടിൽ നിന്ന് പോകരുത്. വർഷങ്ങൾക്ക് മുൻപ് 19 വയസ്സ് പ്രായമുള്ള ഒരു ഡോക്ടർ ഈ നാട്ടിൽ വന്നു. അദ്ദേഹം ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വലിയ ഡോക്ടർ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ കാപാലികന്മാർ ഞങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് അങ്ങ്. ഞങ്ങളുടെ കൊച്ചു ഡോക്ടറാണ് അങ്ങ്. ഡോക്ടർക്ക് ഈ നാട്ടിൽ എന്താണ് വേണ്ടത്? ക്ലിനിക്ക് പണിയാൻ സ്ഥലം വേണം, ആൾക്കാർ വേണം, സഹകരണം വേണം. എല്ലാത്തിനും ഞങ്ങൾ തയ്യാർ. ഇതാണ് സത്യത്തിൽ നടന്നത്. അന്ന് കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററാ ചോദിച്ചോണ്ട്. ഡോക്ടർ ജെയിംസിന്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ആശുപത്രി വിട്ട് പുറത്തു പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എവിടെ പോയെന്നാ പറഞ്ഞത്? നാട്ടുകാരുടെ കൊച്ചു ഡോക്ടർ ആണെങ്കിലും പ്രേമത്തിനൊന്നും കുറവില്ല. ആ പട്ടാളത്തിന്റെ മോളെ കാണാൻ. ഞാൻ നിനക്ക് കാശ് തരാറില്ല, ജോലി തന്നിട്ടില്ല, ആവശ്യത്തിൽ കവിഞ്ഞ് നിന്നെ പരിഗണിക്കാറുമില്ല. എന്താ കാര്യം? എനിക്ക് കുറ്റബോധമില്ല. ഇപ്പോൾ നീ അയാളിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തും നിന്റെ അമ്മയുടെ ജീവൻ വിറ്റ് കിട്ടുന്നതാണെന്ന് കണക്കാക്കിയാ മതി. അമ്മച്ചി ഇതൊന്ന് കഴിച്ചാട്ടെ. പോണോടുന്ന്. നീ എന്തുവാണ് ഈ ആണുങ്ങൾ നിൽക്കുന്നിടത്ത് നോയിക്കൊണ്ട് നിൽക്കുന്നത്? അടുക്കളയിലോട്ട് ചെല്ല്. വേണ്ടാത്തൊന്നും പറയാതിരുന്നാട്ടെ. നമ്മൾ വിചാരിക്കുന്നത് പോലാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? എനിക്കിപ്പോ എന്റെ ജോമോനെ താൻ ആ ഫോണൊന്ന് ഇറക്കി കാള് ബുക്ക് ചെയ്തേ. ഇതൊന്ന് കൊടുത്തോട്ടെ. ഇടോ, മരുന്ന് കൊണ്ട് മാറുന്ന അസുഖം അല്ലത്.
ജോമോ വന്നാലേ മാറൂ. താൻ ചെല്ലേ. ആ ജോമോൻ സാർ വന്നു. ആ വന്നല്ലോ. എന്താ 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 ഇവിടെ ഒരു ബഹളം? ഓ സമാധാനമായി. ചത്തുപോവെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നു. ചത്തു ആ ഒരു ചെറിയ ജോമോനെ കാണാതെ അമ്മാമ എങ്ങനെ ചാവുന്നേ? അല്ലേ പറഞ്ഞ്. അമ്മാമേ ഇന്നലെ പതില്ല എന്തോ തട്ടിയേ? ഞാൻ ഒന്നും കഴിച്ചില്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ ശാനം ചക്ക വരട്ടിയത് കഴിച്ചു. ഏ ശാനം ചക്ക വരട്ടിയത് കഴിച്ചു. ആരാ പറഞ്ഞ കഴിക്കാൻ? യു ആർ റണ്ണിങ് 68. അതുകൊണ്ടൊന്നും അല്ല. നിന്നെ ഇനി ഒരു മാസത്തേക്ക് ഞാൻ എവിടെയും വിടൂല. എന്റെ ജോമുവിന്റെ മടിയിൽ തലവെച്ച് വേണം അമ്മാമ്മയ്ക്ക് മരിക്കാൻ. ഈ സ്ട്രോക്ക് സാരമില്ലെന്നാ പറഞ്ഞത്. അച്ഛന് വേഗം സംസാരിക്കാൻ പറ്റും. ഇന്നെങ്കിലും നേരത്തെ വരണേ. അച്ഛൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ദേവേട്ടനും കൂടി അടുത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആശ്വാസമായിരിക്കില്ലേ? എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര നേരം അടുത്തിരിക്കാൻ പറ്റും? ദേവേട്ടന് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? എന്നെ ഇങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അച്ഛനാ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമേ ഉള്ളൂ, പണത്തിന്റെ ബന്ധം. നാളെ ദേവേട്ടനാണ് ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവുന്നതെങ്കിൽ? ഇല്ല, ഇങ്ങനെ ഒരു സ്ഥിതി എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നീ പ്രസവിക്കില്ലല്ലോ. ഡോക്ടർ ഇല്ലാത്ത ക്ലിനിക്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ട പിടിച്ച ഇരുട്ട് മുറിയിൽ ചെന്നതുപോലെ തോന്നുന്നു. പ്രിയപ്പെട്ട കൊച്ചു ഡോക്ടർ, എത്രയും വേഗം മടങ്ങി വരൂ എന്ന് അങ്ങയുടെ മാത്രം ചികിത്സയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ആസ്മാ രോഗി. ഞാൻ അവനെ കുറച്ചു ദിവസം കൂടി ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചേനെ. പക്ഷേ കത്തുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ തുരുതുരെ ചെല്ലുന്ന ആരാധകരുടെ കത്തുകൾ കൊണ്ട് കൊച്ചു ഡോക്ടർ ശ്വാസം മുട്ടട്ടെ, വീണ്ടും നമ്മിലേക്ക് മടങ്ങി വരട്ടെ. ഇന്നത്തെ എന്റെ പ്രോഗ്രാം 2 ആഴ്ച മുമ്പേ ഫിക്സ് ചെയ്താണ്. പ്രോഗ്രാം തുടങ്ങാറായി. ഞാൻ എന്താ ചെയ്യേണ്ടത്? മതി മറന്ന് ഡാൻസ് ചെയ്യുക. മൈ ബെസ്റ്റ് വിഷസ്. മടങ്ങുമ്പോ ഒരു നിമിഷം എന്റെ ക്വാർട്ടേഴ്സിൽ വന്നാൽ സന്തോഷം. മിനി കസ്തൂർബയെ ആദ്യമായി രാധികയുടെ വേഷത്തിൽ കാണാനുള്ള മോഹം കൊണ്ടാ. ഞാൻ വെക്കട്ടെ? വെക്കാൻ വരട്ടെ? വരുമോ? ഞാൻ തനിച്ച് ഒന്നും പറയണ്ട, വരും. ഇല്ലേ? വരും.